അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി സംവിധാനിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ശ്രദ്ധിക്കുക. ആ കുഞ്ഞിന് എല്ലാ സ്നേഹവും നൽകുവാൻ ഉമ്മയുണ്ട്, ആ കുഞ്ഞിൻ്റെ ഉപ്പയുണ്ട്. ഭാര്യയും ഭർത്താവും അവർക്കുണ്ടായ ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നു. ആ സംരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പലപ്പോഴും ഇണകൾ തമ്മിലുള്ള സ്നേഹബന്ധം പോലും നിലനിൽക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വലിയ ഒരു ഹിക്മത്താണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചത് പരസ്പരം സമാധാനത്തോടുകൂടി ഒത്തുചേരുവാൻ വേണ്ടിയാണ്. പലപ്പോഴും പിണങ്ങി നിൽക്കുന്നവർ ഒരു കുഞ്ഞുണ്ടായാൽ ഇണങ്ങുന്നത് കാണാം. അള്ളാഹുവിൻ്റെ സംവിധാനമാണത്. പിണങ്ങണമെന്ന് വിചാരിക്കുന്നവർ പോലും ഇണങ്ങി ജീവിക്കുന്നത് മക്കളെ വിചാരിച്ചിട്ടാണ്. അതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സംവിധാനമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു കുഞ്ഞ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആദ്യ രൂപമാണ്. ആ കുഞ്ഞ് സംരക്ഷിക്കപ്പെടുകയും അള്ളാഹുവിനെ സംബന്ധിച്ച് ആ കുഞ്ഞിന് അറിവ് ലഭിക്കുകയും ശുദ്ധമായ ഫിത്രത്തിൽ ആ കുഞ്ഞ് വളരുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു സംരക്ഷണമായിട്ടാണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. അതിനു പുറമെ വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജൻ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദതൻ. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു, അതിലൂടെ മക്കളെ നൽകി, പേരക്കുട്ടികളെയും നൽകി. അപ്പോൾ പേരക്കുട്ടികളാകുമ്പോൾ ആ പേരക്കുട്ടികൾക്ക് വെല്ലുപ്പയും വെല്ലുമ്മയും ഒരു വേള മാതാപിതാക്കളെക്കാൾ വലിയ സംരക്ഷണമാണ്. സ്വന്തം മകളോട് സ്വന്തം മകനോട് തോന്നാത്ത സ്നേഹം മകൻ്റെ മകളോട് അല്ലെങ്കിൽ മകൻ്റെ മകനോട് തോന്നും. ആര് സംവിധാനിച്ചതാണ്? അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചതാണ്. എന്തിനാണത്? കുറച്ചുകൂടി പക്വമായ സമീപനം മക്കളോട് വേണം. മാതാപിതാക്കളാകുമ്പോൾ അവരോടുള്ള സ്നേഹത്തിനായിരിക്കും മുൻഗണന. എന്നാൽ വെല്ലുപ്പയും വെല്ലുമ്മയും സ്നേഹത്തോടൊപ്പം തന്നെ ദീർഘവീക്ഷണവും പക്വതയും ഉണ്ടാകും. പിന്നീട് സമൂഹവും അതേപോലെയുള്ള സംവിധാനങ്ങളുമൊക്കെ. ഈ സംരക്ഷണങ്ങളെല്ലാം തന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ, കുടുംബം എന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭദ്രമായ ഒരു കോട്ടയായിരിക്കണം. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഒരു തലമുറയെ സംരക്ഷിക്കുവാനുള്ള സംവിധാനമാണ് കുടുംബമെന്ന കോട്ട. ആ സംവിധാനം തകർന്നാൽ മനുഷ്യ സംസ്കാരം നശിച്ചു പോകും. അതുകൊണ്ട് മാതാപിതാക്കളെ, കുടുംബങ്ങളെ, രക്ഷിതാക്കളെ ഏറെ ഗൗരവത്തോടുകൂടി നമ്മുടെ വീട്ടിൽ വളരുന്ന മക്കളെ സാംസ്കാരികമായി നമ്മൾ സംരക്ഷിക്കുക. പിശാചുക്കൾ അവരെ റാഞ്ചിയെടുക്കുന്നതിൽ നിന്ന് നമ്മൾ അവർക്ക് സംരക്ഷണം നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം. നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പിശാചുക്കളുണ്ട്. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അവനെ ശത്രുവായി തന്നെ നിങ്ങൾ കാണണം. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. അവൻ്റെ ആളുകളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. അപ്പോൾ ആ നരകത്തിൽ നിന്ന് മക്കളെ രക്ഷിക്കണമെങ്കിൽ പിശാചുക്കളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് ദൗർഭാഗ്യവശാൽ കുടുംബമെന്ന ഭദ്രമായ കോട്ടയെ തകർത്ത് നമ്മുടെ മക്കളെ പലരും റാഞ്ചി കൊണ്ടുപോവുകയാണ്. യഥാർത്ഥത്തിൽ മക്കളെ മാതാപിതാക്കൾക്ക് കുടുംബത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാവിലെ എഴുന്നേറ്റാൽ അവർ പോവുകയാണ്, പിന്നെ മറ്റാരുടെയോ കീഴിലാണ്. മടങ്ങി വരുന്നത് വൈകുന്നേരങ്ങളിലാണ്. വന്നു കഴിഞ്ഞാലും വീണ്ടും അവർ ഓൺലൈനിലാണ്. യഥാർത്ഥത്തിൽ വീട്ടിൽ അവർ താമസിക്കുന്നു, അവരുടെ വിശപ്പ് മാറ്റുന്നു, അവരുടെ നാണം മറയ്ക്കാനുള്ള വസ്ത്രം ലഭിക്കുന്നു എന്നതിനപ്പുറത്ത് അവരും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല
അധർമ്മത്തിൻ്റെയും തോന്നിവാസത്തിൻ്റെയും വക്താക്കൾ ഏതെല്ലാം നിലക്ക് കുടുംബ ബന്ധത്തെ തകർക്കുവാനും കുടുംബത്തിൽ നിന്ന് മക്കളെ അടർത്തിയെടുക്കുവാനും അവരെ തോന്നിവാസത്തിൻ്റെ, വൃത്തികേടിൻ്റെ, മതനിരാസത്തിൻ്റെ, ദൈവനിഷേധത്തിൻ്റെ ആളുകളാക്കുവാനും സാധിക്കുമോ? അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. പല നാടുകളിലും സർക്കാരുകൾ പോലും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് ഗൗരവകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ നോക്കിക്കണ്ട് നമ്മുടെ കീഴിലുള്ള നമ്മളുടെ മക്കളുടെ സംരക്ഷണം, ധാർമ്മികമായ സംരക്ഷണം, അതിനെ വലിയ ഒരു ഉത്തരവാദിത്തമായി നമ്മൾ കാണേണ്ടതുണ്ട്. അറിയുക, മനുഷ്യൻ അവൻ്റെ അധിക സമയങ്ങളിലും അവൻ ഒറ്റക്കാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നിടത്തൊക്കെ ഏകവചനമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹൽ ഇൻസാൻ ഹൽ അതാ അലൽ ഇൻസാൻ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യൻ ഒരൊറ്റ വ്യക്തിയാണ്. ജനിക്കുന്നതിന് മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിൽ അവൻ ഒറ്റക്കായിരുന്നു. ഈ ഭൂമിയിൽ അല്പകാലം ജീവിച്ചതിന് ശേഷം വീണ്ടും ഖബറിൽ അവൻ ഒറ്റക്കാണ്. മഹ്ശറിലും അവൻ ഒറ്റക്കാണ്. മാതാപിതാക്കളും മക്കളും എല്ലാവരും അവനെ വിട്ടകലും. നഫ്സി 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 നഫ്സി, എൻ്റെ നഫ്സ്. ഒറ്റക്കാണ് മനുഷ്യൻ. അവിടെ ഖിയാമത്ത് നാളിൽ ഒറ്റക്ക് നിൽക്കാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കാനുള്ള സംവിധാനമാണ് ഇസ്ലാം നിശ്ചയിച്ച സംവിധാനം. അവിടെ ആരുമില്ലെങ്കിലും, ഉമ്മയില്ലെങ്കിലും ഉപ്പയില്ലെങ്കിലും മക്കളില്ലെങ്കിലും നേതാക്കളില്ലെങ്കിലും അനുയായികളില്ലെങ്കിലും ഒറ്റക്ക് നിന്ന് റഹ്മാനായ റബ്ബിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് സ്വർഗലോകത്ത് പ്രവേശിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മക്കൾക്കുണ്ടാകണം. അതിന് പ്രാപ്തമാകുന്ന രൂപത്തിൽ മക്കളെ വളർത്തിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അക്കാര്യത്തിന് അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ പ്രധാനമായും 3 വിഷയങ്ങളിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കണം. 3 കാര്യങ്ങൾ അവർക്ക് നൽകുകയും വേണം. അവരെ സംരക്ഷിക്കേണ്ടുന്ന ഒന്നാമത്തെ വിഷയം ലിബറലിസം, ദൈവനിഷേധം, മതനിരാസം. ഇത് 3 സുഹൃത്തുക്കളാണ്. അള്ളാഹുവില്ല, മതമില്ല, പരലോകമില്ല. മനുഷ്യന് സർവതന്ത്ര സ്വതന്ത്രനാണ്. എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത് ജീവിച്ചോളൂ. അതിൻ്റെ ദുആത്തുകൾ, അതിൻ്റെ പ്രബോധകന്മാർ വർദ്ധിച്ച ഒരു കാലഘട്ടം. ജാഗ്രത അത്യാവശ്യമാണ്. രണ്ടാമത്തത് ലഹരിയാണ്. ലഹരി വ്യാപിച്ചിരിക്കുന്നു. മയക്കുമരുന്നും മദ്യപാനവും അതിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ. പിശാച് ഉദ്ദേശിക്കുന്നത് ലഹരിയിലൂടെ, ലോട്ടറിയിലൂടെ, ചൂതാട്ടത്തിലൂടെ അള്ളാഹുവിനെ മറക്കുന്ന, നമസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുന്ന ഒരവസ്ഥ. അതേപോലെ നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ശത്രുതയും, മനുഷ്യനെ തമ്മിൽ തല്ലിക്കുക. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് തടയുക. മനുഷ്യനെ അവൻ്റെ ബുദ്ധിയും എല്ലാം നഷ്ടപ്പെടുത്തി ഒരു കോലമാക്കി മാറ്റുക. ഇതിൻ്റെ പിന്നിൽ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളുണ്ട്. എല്ലാത്തരം ലഹരികളിൽ നിന്നും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും നന്മ പഠിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കുന്ന കേന്ദ്രങ്ങൾ ഇന്ന് തിന്മ പഠിപ്പിക്കാൻ വേണ്ടി നിലകൊള്ളുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചില്ലറ ശ്രദ്ധയൊന്നും പോരാ നമുക്ക്. അതേപോലെ തന്നെ സംഗീതവും മ്യൂസിക്കും ചീത്ത കൂട്ടുകെട്ടും അമിതമായ വിനോദങ്ങളും എല്ലാം തന്നെ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് തെറ്റിക്കുന്ന കാര്യമാണ്. അവൻ്റെ ദിക്റിൽ നിന്ന് തെറ്റിക്കുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുകയും ഈ ഗൗരവമേറിയ 3 വിഷയങ്ങളിൽ നിന്ന് നാം അവരെ തടയുകയും ചെയ്യേണ്ടതുണ്ട്. പകരം നമ്മൾ അവർക്ക് നൽകേണ്ടതും ഇതേപോലെയുള്ള കാര്യങ്ങളാണ്. എന്താണ് നൽകേണ്ടത്? അതിന് നേരെ വിപരീതമായി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം അവർക്ക് നൽകണം. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകന് നൽകിയ ഒന്നാമത്തെ ബോധം ഏകനായ അദ്വിതീയനായ സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തിയതാണ്. രണ്ടാമത് നൽകിയത് ആ റബ്ബിനെ ഏത് സന്ദർഭത്തിലും ഭയപ്പെടണം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹി അല്ലാഹ്. മകനെ, നീ എത്ര നിസ്സാരമായ തെറ്റ് എവിടെ വെച്ച് ചെയ്താലും, ആകാശഭൂമികളിൽ എവിടെ വെച്ച് നീ ചെയ്താലും അള്ളാഹു അത് കൊണ്ടുവന്ന് വിചാരണ ചെയ്യും എന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം മനസ്സിൽ ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. മൂന്നാമത്തെ നല്ല സംസ്കാരം പഠിപ്പിച്ചു. വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ വഖ്സിദ് ഫീ മശീക വഗ്ദുദ് മിൻ സൗതിക്. അഹങ്കരിക്കരുത്, ശബ്ദമുയർത്തരുത്, വിനയാന്യതനായി നടന്നു പോകണം എന്നിങ്ങനെയുള്ള സംസ്കാരങ്ങൾ.
ഇത്തരം സംസ്കാരങ്ങൾ അവരുടെ മനസ്സിലിട്ട് കൊടുക്കുക. ധർമ്മത്തെ സ്നേഹിക്കുകയും അധർമ്മത്തെ വെറുക്കുകയും ചെയ്യുന്നവരാക്കി അവരെ മാറ്റണം. അള്ളാഹുവിനോടും പ്രവാചകനോടും ഖുർആനിനോടും ഇസ്ലാമിനോടും ശരീഅത്തിൻ്റെ നിയമങ്ങളോടും സ്നേഹവും കൂറും ബഹുമാനവുമുള്ളവരാക്കി അവരെ വളർത്തണം. അധർമ്മത്തോടും വൃത്തികേടുകളോടും ദൈവനിഷേധത്തോടും ബഹുദൈവാരാധനയോടും വെറുപ്പുള്ള ആളുകളായി അവർ മാറുകയും വേണം. അതിന് വ്യാമോഹങ്ങൾ കൊണ്ടോ വാഗ്ധോരണികൾ കൊണ്ടോ ഫലമുണ്ടാവുകയില്ല. ഇജ്തിഹാദല്ലാതെ, കഠിനമായ പരിശ്രമം കൊണ്ടല്ലാതെ, പ്ലാനിങ്ങുകൾ കൊണ്ടല്ലാതെ അത് നടക്കുകയുമില്ല. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.